ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയറിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. 2 കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, ലെയറുകളാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിത് ജലാറ്റിൻ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ജലാറ്റിനാണ് എടുക്കുന്നത്. അത് ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ടീസ്പൂണാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ കറക്റ്റാക്കി അളവാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് എടുക്കാം, അതും 10 ഗ്രാം എടുത്താൽ മതി. അപ്പോൾ 500 ml പാലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 10 ഗ്രാം എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 10 ഗ്രാം ജലാറ്റിനാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മാറ്റി വെക്കുക. അപ്പോൾ ചിക്കു വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 വലിയ സൈസിലുള്ള ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിക്കു എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 ലിറ്റർ പാലൊന്ന് ആദ്യം തിളപ്പിച്ചിട്ട് എടുക്കണം. 1/2 ലിറ്റർ പാലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ജലാറ്റിൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്ന പണിയൊന്നും ഇത് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇപ്പോൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പാല് തിളപ്പിക്കാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ ചൈന ഗ്രാസ് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നും ഇല്ല, നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തു, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടൻസ് മിൽക്കിലും പകരം നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ചിക്കുവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഈ ഒരു മിൽക്കിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 2 ഇതായിട്ട് ഈക്വലായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെറിയൊരു ഫ്ലേവർ ചിക്കുവിൻ്റെ അതിൽ വന്നിട്ടുണ്ടാവും ഈ ഒരു മിൽക്കിലേക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കി നമ്മൾ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതല്ലേ, ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മിക്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ 2 ലെയർ ആക്കി എടുക്കുന്നത്. ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡിലും ഒന്നൊരു ബ്രൗൺ ഷെയ്ഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള പുഡിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒരു ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു, ബ്രൗൺ കളറിലുള്ളത്. അതിനുശേഷം അത് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സെക്കൻഡ് ലെയർ വൈറ്റ് കളറിലുള്ള ചേർത്ത് കൊടുത്തു, അതും പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. നമ്മൾ പെട്ടെന്ന് ഫ്രീസറിലല്ല താഴെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് അപ്പോഴേക്ക് സെറ്റായി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രീസറിൽ പെട്ടെന്ന് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അടുത്തതും ഇങ്ങനെ ഈ ഒരു ഇത് തീരുന്ന വരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്തിട്ട് വരിക. അപ്പോൾ ലാസ്റ്റത്തും ഞാൻ ഒഴിച്ചു കൊടുത്തു, ഇതും ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൂട്ടി ഫ്രൂട്ട് ഹോം മെയ്ഡാണ് കേട്ടോ. ഞാനിത് നമ്മുടെ പുതിയ ചാനലായ റിമാമി ബേക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പുതിയ ചാനലിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 2 3 ഒക്കെ നന്നായിട്ട് തണുക്കുകയാണല്ലോ ഏറ്റവും നല്ലത്. 3-4 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് തലേന്ന് രാത്രി ഉണ്ടാക്കുന്ന പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ലെയർ മിക്സ് ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, പിന്നെ താഴെ തന്നെ വെച്ചാൽ മതി. ഇത് നമുക്ക് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത ശേഷം പിന്നെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലെയർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചൈന ഗ്രാസ് വെച്ചിട്ടാണ് ട്രൈ ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്